ഇതില് പ്രൊസീജിയറൽ ലാപ്സസ് ആണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു ഒഫീഷ്യലുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പൊ ഇത് സാധാരണ നമ്മളൊരു ഒരു ഒരു മാച്ച് നടത്തുമ്പോൾ ഇപ്പൊ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടാണ് ആദ്യമേ ഒരു കരാർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഡേറ്റ് ചെക്ക് ചെയ്യും. ഇന്ന ഡേറ്റിൽ നാഷണൽ ഫിഫയുടെ വിൻഡോയിൽ തന്നെ ഒരു 10 ദിവസം കൊണ്ട് എന്നാണ് അവർ അവൈലബിൾ ഇന്ത്യയിൽ വന്ന് കളിക്ക്, ഇത്രയും മൈൽസ് ട്രാവൽ ചെയ്ത് വരണം. അവർ തമ്മിൽ നേരിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് സംയുക്തമായിട്ടാണ് ഫിഫയിൽ നിന്ന് ഇതിനുള്ള അപ്രൂവൽ എടുക്കേണ്ടത്. ഇവിടെ അത് നടന്നിട്ടില്ല. സ്പോൺസറുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷെ സ്പോൺസർ ആണ് ഇതെല്ലാം നടത്തുന്നതെന്ന് പറയുന്നിടത്താണ് തെറ്റ്. ഇപ്പൊ കൊക്കക്കോള ഫിഫയുടെ സ്പോൺസറാണ്, മക്ഡൊണാൾഡ്സ് ഫിഫയുടെ സ്പോൺസറാണ്. അവരാണോ ഫിഫ ടൂർണമെന്റുകൾ വല്ലതും നടത്തുന്നത്? അവർ പണം നൽകുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ അവർക്ക് അവരുടേതായ ചില പ്രിവിലേജസ് ഉണ്ട്. ആസ് സ്പോൺസേഴ്സ് അവർക്ക് കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സ് ആണ്, അവർക്ക് ചില പ്രിവിലേജസ് കൊടുക്കും, അഡ്വർടൈസ്മെന്റ് സ്പേസ്, അവർക്ക് VIP, ഇതേ ഉള്ളൂ. ബാക്കി നടത്തുന്നത്, ഫുട്ബോൾ നടത്തേണ്ടത് ഫുട്ബോൾ ഭരണാധികാരികളാണ്. കാരണം ഗവൺമെന്റ് പോലും ഇടപെടാൻ പാടില്ല. ഗവൺമെന്റ് ഇന്റർഫിയറൻസ് വന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ AFF-ന് സസ്പെൻഷൻ നേരിടേണ്ടി വന്നത്. ഗവൺമെന്റിന് പോലും ഇതിൽ കൈ കടത്താൻ പറ്റത്തില്ല, കാരണം ഓട്ടോണമസ് ആണ് ഫിഫ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെറിയ ചെറിയ പെശകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അമച്വറിഷ് അപ്രോച്ചിന്റെ ഒരു ഭാഗമാണ്. അതിപ്പം നമ്മുടെ സെറ്റപ്പ് അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ യൂറോപ്പിലൊക്കെ എന്ന് പറയുമ്പോൾ ഓരോ ക്ലബിന് അവരുടെ സ്വന്തം സ്റ്റേഡിയം ഉണ്ട്. അവിടുന്ന് ഗവൺമെന്റിന് സ്റ്റേഡിയം പണിയേണ്ട ആവശ്യമേ ഇല്ല. ബാർസലോണയ്ക്ക് അവരുടെ സ്റ്റേഡിയം ഉണ്ട്, റിയൽ മാഡ്രിഡിന് അവരുടെ സ്റ്റേഡിയം ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിക്ക് അവരുടെ സ്റ്റേഡിയം ഉണ്ട്, എല്ലാവർക്കും അവരുടെ സ്റ്റേഡിയങ്ങളുണ്ട്. ഈ സ്റ്റേഡിയങ്ങളിലൊക്കെ വേൾഡ് കപ്പുകളും യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് മാച്ചസും ഒക്കെ നടക്കും. നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് ഒരു പ്രൊഫഷണൽ ക്ലബ് സിസ്റ്റം ആയിട്ടില്ല. പല ക്ലബുകൾക്കും ഹോം സ്റ്റേഡിയംസ് ഇല്ല. അങ്ങനെയൊക്കെ വരുന്നിടത്താണ് ഈ ഒരാള് പൈസ ഓഫർ ചെയ്യാൻ വരുമ്പോ എന്നാ നീ നടത്തിക്കുമല്ല എന്നും പറഞ്ഞ് എല്ലാം അവരെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നത്. അപ്പൊ അതൊരു തെറ്റായ ഒരു പ്രവണതയാണ്. ഇറ്റ്സ് നോട്ട് എന്താണ് പറയുന്നത്, ഇറ്റ്സ് നോട്ട് എ ബെസ്റ്റ് പ്രാക്ടീസ് സ്റ്റാൻഡേർഡ് അല്ല. അവിടെയാണ് നമുക്ക് പരാജയം. പിന്നെ ഇപ്പൊ കൊച്ചി സ്റ്റേഡിയം എന്ന് പറഞ്ഞാല് 70 കോടിയല്ല, ഞാൻ എന്റെ നോട്ടത്തിൽ ഏകദേശം ഒരു 100 കോടിയെങ്കിലും ചെലവാക്കിയാലേ അതൊരു അന്താരാഷ്ട്ര ഫിഫ അപ്രൂവലിലേക്ക് ഉയർത്താൻ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാം 2017 ഫിഫ അണ്ടർ 17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടത്തിയപ്പോഴ് ബാംഗ്ലൂരും ചെന്നൈയും പ്രൊവിഷണൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അവരെ തഴഞ്ഞു. അവരെ നടത്താൻ അനുമതി കൊടുത്തില്ല. വേറെ 7 സ്റ്റേഡിയങ്ങളിലാണ് നടത്തിയത്. അപ്പൊ ആ ഒരു സ്റ്റഡിയെ പറ്റി ഞാൻ വായിച്ചപ്പോഴ് അവരുടെ ഫിഫയുടെ റിപ്പോർട്ടിൽ എന്താണെന്നറിയാമോ, ചില സ്റ്റേഡിയങ്ങളിൽ ഡിറ്റീരിയറേറ്റിംഗ് റൂഫ് സ്ട്രക്ചർ, ചിലയിടത്ത് ലോഡ് ബെയറിംഗ് പില്ലേഴ്സ് ആർ നോട്ട് സ്ട്രോങ് ഇനഫ്, ഓക്കെ, ചിലയിടത്ത് നോൺ ഓപ്പറേഷണൽ സ്മോക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം. ഇതൊക്കെ ബേസിക്കായി വേണ്ടിയ ഫങ്ഷൻസ് ആണ്. ഇതൊന്നും ഇല്ലാത്ത സ്റ്റേഡിയങ്ങളാണ്. ഇവൻ കൊച്ചിയിൽ പോലും അന്ന് ഫിഫയ്ക്ക് അവരുടേതായ കുറെ സ്ഥലങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്, മനസ്സിലായി. പ്ലേയേഴ്സ്, ഒഫീഷ്യൽസ്, മീഡിയ, ബ്രോഡ്കാസ്റ്റിംഗ്, ഹോസ്പിറ്റാലിറ്റി, VIP ഗസ്റ്റുകള്, പിന്നെ അവരുടെ കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സ്, ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി സ്റ്റാഫ്, ഇവർക്കൊക്കെ വേണ്ടി ഓഫീസുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് സ്പെക്ടേറ്റേഴ്സിന് സ്ഥലം 29,000-ലേക്ക് കപ്പാസിറ്റി കുറച്ചിട്ടാണ് നമ്മുടെ പല സ്റ്റേഡിയങ്ങളിലും വന്ന് അണ്ടർ 17 വേൾഡ് കപ്പ് നടത്തിയത്. അപ്പൊ നമുക്ക് ഒത്തിരി പോരായ്മകളുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി പുവർ. അപ്പൊ ഇത് നമുക്കൊരു അന്താരാഷ്ട്ര മാച്ച് നടത്തണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റേഡിയത്തിൽ ഉണ്ടാകണം. അപ്പൊ അതിനുവേണ്ടി പൈസ മുടക്കിയേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ പൈസ മുടക്കാൻ വരുന്ന ആളാണോ ഈ സ്റ്റേഡിയത്തിന്റെ ഓണർ ആരാണ്? അവർ വേണം ഇത് റിനോവേറ്റ് ചെയ്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആക്കേണ്ടത്. സ്പോൺസറിൻ്റെതായ മൈലേജ് കൊടുക്കണം. പൈസ വാങ്ങിക്കുക, സ്പോൺസറിന് അവിടെ ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ടച്ച് ലൈനിന്റെ സൈഡിലുള്ള അവരുടെ ഉണ്ട്. ഇപ്പൊ റിപ്പോർട്ടർ ചാനലാണെങ്കിൽ ദേ വിൽ ഗെറ്റ് ഓട്ടോമാറ്റിക്കലി സർട്ടൻ പ്രിവിലേജസ്, അവർക്ക് പരസ്യം ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ സ്പോൺസറുടെ റോൾ. അല്ലാതെ സ്പോൺസർ വന്നിട്ട് അതൊരു ശരിയായ പ്രവണതയല്ല. പുള്ളിയും ഭയങ്കര ഫുട്ബോൾ ഫാൻ ആയിരിക്കും, താല്പര്യം കാണിക്കും, അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ആ സൈഡ്. ബട്ട് ഹീ should not be in the forefront. It should be All India Football Kerala Football Association, All India Football Federation and FIFA's technical team. ഇവര് വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത്.